ലാമൻ സൊല്യൂഷൻ്റെ USS ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എടുക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് ആണ്. സോഷ്യൽ സയൻസിൽ USS എക്സാമിന് വരുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി എന്നുള്ള രീതിയിലാണ്. അതിൽ നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് 7th സോഷ്യൽ സയൻസ് ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് മിഡീവൽ ഇന്ത്യ, അതായത് മധ്യകാല ഇന്ത്യ. അപ്പോൾ മധ്യകാല ഇന്ത്യയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 ചിത്രം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒന്ന് എന്താണ്, റെഡ് ഫോർട്ടിൻ്റെ ചിത്രം കാണാൻ പറ്റുന്നുണ്ട്, അതേപോലെ ഹംപിയുടെ ചിത്രം കാണാൻ പറ്റുന്നുണ്ട്. ഈ 2 ചിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്, മധ്യകാല ഇന്ത്യയിലെ ചരിത്ര പ്രാധാന്യത്തെ ഉണർത്തുന്ന 2 പ്രധാന നിർമ്മിതികളുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. റെഡ് ഫോർട്ടും അതേപോലെ തന്നെ ഹംപിയും. റെഡ് ഫോർട്ടിൻ്റെ പ്രത്യേകത എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വാതന്ത്ര്യ ദിനത്തിൽ പ്രധാനമന്ത്രി കൊടി ഉയർത്തുന്നത് എവിടെ വെച്ചിട്ടാണ്, റെഡ് ഫോർട്ടിലാണ്. അതേപോലെ ഹംപി നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ, മൂവിയിലൂടെയൊക്കെ നമുക്ക് പ്രസിദ്ധമായിട്ടുള്ളൊരു നിർമ്മിതിയാണ് ഹംപി. ഇത് രണ്ടും മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിരുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ചെങ്കോട്ട നിലനിൽക്കുന്നത് എവിടെയാണ്, നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തായിട്ടാണ് ചെങ്കോട്ട നിൽക്കുന്നത്. എന്നാൽ ഹംപി എവിടെയാണ്, ഇന്ത്യയുടെ സൗത്ത് ഭാഗത്തായിട്ടാണ്. അപ്പം മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ, മധ്യകാല ഇന്ത്യയിൽ നോർത്തിലും അതേപോലെ സൗത്തിലും നിരവധി ഭരണാധികാരികൾ ഉണ്ടായിരുന്നു. അപ്പം അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 2 ചരിത്ര പ്രസിദ്ധമായ നിർമ്മിതികളെയാണ് പരിചയപ്പെട്ടത്. ഒന്ന് ചെങ്കോട്ട, രണ്ടാമതായിട്ട് ഹംപി. ഈ 2 നിർമ്മിതികളും മധ്യകാല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിർമ്മിതിയാണ്. ഇനി ഇവിടെ 2 നോട്ടുകൾ നിങ്ങൾക്ക് കാണാം അല്ലേ, 500 രൂപയുടെ നോട്ടുണ്ട്, അതേപോലെ തന്നെ 50 രൂപയുടെ നോട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. മക്കൾ ശ്രദ്ധിച്ചേ, 500 രൂപയുടെ നോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന നിർമ്മിതി ഏതാണ്, 500 രൂപയുടെ നോട്ടിൽ കാണാൻ പറ്റുന്നത് ഏതാണ്, റെഡ് ഫോർട്ടാണ്. നമ്മുടെ 500 രൂപയുടെ ഇന്ത്യയുടെ നോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്ന നിർമ്മിതി ഏതാണ്, ചെങ്കോട്ടയുടെ നിർമ്മിതിയാണ്. അതേപോലെ തന്നെ 50 രൂപയുടെ നോട്ട് നോക്കിക്കേ, 50 രൂപയുടെ നോട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഏതാണ്, ഹംപിയാണ്. അപ്പോൾ നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ പ്രസിദ്ധമായിട്ടുള്ള പ്രധാന നിർമ്മിതികളിൽ പെട്ട 2 എണ്ണമാണ്, ഒന്ന് റെഡ് ഫോർട്ടും രണ്ടാമതായിട്ട് ഹംപിയും. ഈ 2 നിർമ്മിതിയുടെ പ്രാധാന്യം അല്ലെങ്കിൽ അതേക്കുറിച്ച് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മുടെ 500 രൂപയുടെ ഇന്ത്യൻ നോട്ടിൽ കാണപ്പെടുന്നത് ഏതാണ്, റെഡ് ഫോർട്ടാണ്. 50 രൂപയുടെ നോട്ടിൽ കാണപ്പെടുന്നത് ഏതാണ്, ഹംപിയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. USS എക്സാമിന് ഒരു വട്ടം ചോദിച്ചിട്ട് കൂടിയുള്ള ഒരു ഭാഗമാണ് ഈ നോട്ടിൽ ഇൻസ്ക്രിപ്റ്റ് ചെയ്തിട്ടുള്ള നിർമ്മിതി ഏതാണ് എന്നുള്ളത്. അപ്പം ഈ 2 കാര്യം ഓർമ്മിക്കുക. 500 രൂപയുടെ നോട്ടിൽ നമ്മൾ കാണപ്പെടുന്നത് റെഡ് ഫോർട്ടാണ്, 50 രൂപയുടെ നോട്ടിൽ കാണപ്പെടുന്നത് എന്താണ്, ഹംപിയുടെ ചിത്രമാണ്. ഇനി നമ്മൾ മിഡീവൽ ഇന്ത്യയിലേക്ക് വന്നു. ഇപ്പം മിഡീവൽ ഇന്ത്യയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് 2 രീതിയിലാണ്. അതായത് മധ്യകാല ഇന്ത്യയിൽ ഒരേ സമയത്ത് ഭരണം നടത്തിയിരുന്നത്, നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത് ഉത്തരേന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത് മുഗളന്മാരായിരുന്നു. അതേസമയം ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത് വിജയനഗരയുമായിരുന്നു. അപ്പം മധ്യകാല ഇന്ത്യ എന്ന് പറയുമ്പം 2 റൂളേഴ്സിനെയാണ് നമുക്ക് ഓർമ്മയിലേക്ക് വരേണ്ടത്. മുഗൾ റൂളേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ വിജയനഗരയുണ്ട്. അപ്പം മുഗൾ ഭരണം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്തായിട്ടാണ് മുഗൾ ഭരണം. ഈ മുഗൾ ഭരണത്തിൻ്റെ ഒരു ഉദാഹരണമാണ് അവരുടെ നിർമ്മിതിയായിട്ടുള്ള റെഡ് ഫോർട്ട്. ഏത് ഭാഗത്താണ് മുഗൾ ഭരിച്ചിരുന്നത്, ഇന്ത്യയുടെ ഉത്തരേന്ത്യൻ ഭാഗത്താണ് മുഗൾ ഭരിച്ചിരുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ ഭാഗത്ത്, അതായത് സൗത്ത് പാർട്ട് ഓഫ് ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത് ആരാണ്, വിജയനഗരന്മാരായിരുന്നു. അപ്പോൾ വിജയനഗര ഭരണവും മുഗൾ ഭരണവുമാണ് മധ്യകാല ഇന്ത്യ എന്ന് പറയുമ്പോൾ ണ്ടത്. മക്കൾ ശ്രദ്ധിക്കുക, മധ്യകാല ഇന്ത്യയിൽ ഭരണം നടത്തിയിരുന്ന 2 പ്രധാന ഭരണാക്കന്മാരിൽ ഏതായിരുന്നു, മുഗൾ ഭരണം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ വിജയനഗര ഭരണം. മുഗൾ ഭരണത്തിന് ഉദാഹരണം ഏതാണ്, നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഏതാണ്, റെഡ് ഫോർട്ടാണ്. വിജയനഗര റൂളിന് ഏതാണ് ഉദാഹരണമായിട്ടുള്ളത്, ഹംപിയാണ്. അപ്പോൾ ഇത്ര ആലോചിക്കുക. മുഗൾ ഭരണം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ നോർത്ത് ഭാഗത്ത്, അതായത് ഉത്തരേന്ത്യൻ ഭാഗത്താണ് ഉള്ളത്. അതിന് ഉദാഹരണമാണ് ഏത്, റെഡ് ഫോർട്ട്. ഇന്ത്യയുടെ ദക്ഷിണേന്ത്യൻ ഭാഗത്തുള്ളത് ഏതാണ്, വിജയനഗര ഭരണമായിരുന്നു. അതിന് ഉദാഹരണമാണ് ഹംപി. അപ്പം മധ്യകാല ഇന്ത്യ എന്ന് പറയുമ്പോൾ 2 ഭാഗം ആലോചിക്കാം, മുഗളന്മാരും അതേപോലെ തന്നെ വിജയനഗരയും. അതാണ് മിഡീവൽ ഇന്ത്യ എന്ന് പറയുമ്പം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി അതിൽ ആദ്യത്തെ
ഭരണാധികാരിയായിട്ടുള്ള മുഗളന്മാരെ കുറിച്ചാണ് നമ്മൾ ആദ്യമായി പഠിക്കാൻ പോകുന്നത്. അപ്പം മധ്യകാല ഇന്ത്യ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ 2 പ്രധാന ഭരണാധികാരികളായിരുന്നു, മുഗളന്മാരും അതേപോലെ തന്നെ വിജയനഗരം. അപ്പം അതിൽ ആദ്യത്തേതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന മുഗൾ റൂളേഴ്സ്. ഇന്ത്യയിലെ മുഗൾ ഭരണത്തെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എന്നാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം തുടങ്ങിയത്, അല്ലെങ്കിൽ ആരാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത് എന്നുള്ള കാര്യത്തിലൂടെയാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. 1526 മുഗൾ ഭരണം ഇന്ത്യയിൽ സ്ഥാപിച്ചു. ആരാണ്? ബാബറാണ് ഇന്ത്യയിൽ 1526 മുഗൾ ഭരണം സ്ഥാപിക്കുന്നത്. ബാബർ എസ്റ്റാബ്ലിഷ് ദ മുഗൾ റൂൾ ഇൻ 1526. 1526 ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുന്നത് ആരാണ്? ബാബറാണ്. അപ്പോൾ മുഗൾ ഭരണത്തിൻ്റെ സ്ഥാപനം അല്ലെങ്കിൽ അത് സ്ഥാപിച്ച വ്യക്തി ആരാണ്? ബാബറാണ്. രണ്ടാമതായിട്ട് ഏത് വർഷമാണ്? 1526. അപ്പോൾ 2 കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിച്ചു. 1526 ബാബറാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്. ബാബറാണ് ഇന്ത്യയിൽ 1526 മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഇനി ഇവരുടെ ഒരു ടൈം പീരീഡ് നമുക്ക് നോക്കുമ്പോൾ 1526 മുതൽ 1857 വരെയാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം നിലനിന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു 1526 ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുന്നത്. ആ 1526 മുതൽ 1857 വരെയാണ് ഇന്ത്യയിൽ എന്ത് നിലനിന്നുണ്ടായിരുന്നത്? മുഗൾ ഭരണം നിലനിന്നിരുന്നത്. അപ്പം മക്കൾക്ക് എല്ലാവർക്കും അറിയാം 1857 പ്രത്യേകത എന്താണ്? ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമാണ് 1857. അപ്പോൾ ഓർക്കാൻ എളുപ്പമായി. 1526 ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുന്നു. അതിൻ്റെ ടൈം പീരീഡ് ടിൽ ദ എൻഡ് ഓഫ് 1857 വരെയാണ് നിലനിൽക്കുന്നത്. ദ മുഗൾ റൂൾഡ് ഇന്ത്യ ടിൽ 1857 വിത്ത് ഡൽഹി ആസ് ദർ ക്യാപിറ്റൽ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചു എന്ന് 1526. അവരുടെ തലസ്ഥാനം ഏതായിരുന്നു? ഡൽഹി ആയിരുന്നു. അപ്പോൾ ഡൽഹി ആസ്ഥാനമാക്കി 1526 മുതൽ 1857 വരെയാണ് മുഗളന്മാർ ഇന്ത്യയിൽ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞത് 1526 ബാബറാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചതെന്ന്. ബാബർ മാത്രമായിരുന്നോ മുഗൾ ഭരണത്തിൽ ഉണ്ടായിരുന്നത്? അല്ല, നിരവധിയായിട്ടുള്ള കുറേ ഭരണാധികാരികൾ, കുറേ റൂളേഴ്സ് മുഗൾ ഭരണത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവരെയൊക്കെ പരിചയപ്പെടേണ്ടതുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഓരോരുത്തരുടെ പേരും പഠിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് എളുപ്പമാർഗത്തിലൂടെ ഒരു കോഡ് നിങ്ങൾ പഠിക്കാം. ഈ കോഡ് പഠിക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം ഭരണാധികാരികളുടെ പേരുകൾ നമ്മൾ ഓർമ്മയിലേക്ക് വരും. അതിന് വേണ്ടിയിട്ടുള്ള എളുപ്പത്തിലുള്ളൊരു കോഡാണ് ഇവിടെ തന്നത്. ബാജ് സാബ്. ബാജ് സാബ് അതായത് ഇന്ത്യയിലെ മുഗളൻ ഭരണാധികാരികളുടെ പേരുകൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അത് വളരെ പ്രാധാന്യപ്പെട്ട ഒന്നാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മളത് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കോഡാണുള്ളത്. ഈ കോഡ് പഠിക്കുന്നതിലൂടെ നമുക്ക് ഇത്തരം ഭരണാധികാരികളുടെ പേരുകൾ ഓർമ്മയിലേക്ക് വരും. ആ കോഡാണ് ബാജ് സാബ്. ബാജ് സാബ്, ബാജ് സാബ്. ഇത് നന്നായിട്ട് പഠിക്കുക. ബാജ് സാബ്, ബാജ് സാബ് എന്ന് പഠിക്കുക. ഇനി അത് ഓരോരുത്തരും ഓരോ ലെറ്ററും എന്തിനാണ് അല്ലെങ്കിൽ ഏത് ഭരണാധികാരിയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ബാജ് സാബ്, ബാജ് സാബ്. അതിൽ ബി എന്ന ലെറ്റർ ആരെയാണ് സൂചിപ്പിക്കുന്നത്? ബാബറിനെയാണ് സൂചിപ്പിക്കുന്നത്. ബി ബാബർ, എച്ച് ഹുമയൂൺ, എ അക്ബർ, ജെ ജഹാംഗീർ, എസ് ഷാജഹാൻ, എ ഔറംഗസേബ് ആൻഡ് ബി ബഹദൂർ ഷാ സെക്കൻഡ്. അപ്പം ഇന്ത്യയിൽ മുഗൾ റൂളേഴ്സിൻ്റെ ഓർഡറാണ് നമ്മൾ പറയുന്നത്. അതിന് എളുപ്പമാർഗമാണ് ബാജ് സാബ്, ബാജ് സാബ്, ബാജ് സാബ്. അതിൽ ഓരോ ലെറ്റേഴ്സും ഓരോ റൂളേഴ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. സോ ബാജ് സാബിൽ ബി എന്ന് പറയുന്നത് ബാബർ, എച്ച് ഹുമയൂൺ, എ അക്ബർ, ജെ ജഹാംഗീർ, എസ് ഷാജഹാൻ, എ ഔറംഗസേബ് ആൻഡ് ദെൻ ബി എന്ന് പറയുന്നത് ബഹദൂർ ഷാ സെക്കൻഡ്. സോ ബാജ് സാബ് എന്ന് പറഞ്ഞ കോഡിലൂടെ എളുപ്പത്തിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റി? മുഗൾ റൂളേഴ്സിൻ്റെ ഓർഡറാണ് ഇവിടെ മനസ്സിലാക്കിയത്. ബാജ് സാബ് ബാബർ, ഹുമയൂൺ, അക്ബർ,
ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്, ബഹദൂർ ഷാ സെക്കൻഡ്. ഇങ്ങനെയാണ് ആ ഓർഡർ വരുന്നത്. അപ്പം ഇവിടെ മുഗൾ ഭരണത്തിൽ റൂളേഴ്സും അവരുടെ കാലഘട്ടമാണ് പറയുന്നത്. അപ്പം ആദ്യത്തെ റൂളർ ആരാണ്? ബാജ് സാബ് ആലോചിക്കുക. ബാജ് സാബ് ബി ആരാണ്? ബാബറാണല്ലേ. അപ്പം ബാബറാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം എസ്റ്റാബ്ലിഷ് ചെയ്തത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ കുറിച്ചത്, സ്ഥാപിച്ചതെല്ലാം ആരാണ്? ബാബറാണ്. വർഷം നമ്മൾ ഓൾറെഡി പഠിച്ചു, 1526. അപ്പം 1526 മുതൽ 1857 വരെയാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം നിലനിന്നിട്ടുണ്ടായിരുന്നത്. മുഗൾ ഭരണം നിലനിന്നിട്ടുണ്ടായിരുന്ന ടൈം പീരീഡ് വ്യക്തമായിട്ട് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ്. പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതും ഈ ഒരു ഭാഗത്ത് നിന്നാണ്. 1526 മുതൽ 1857 വരെയാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ച വ്യക്തി ആരാണ്? ബാബറാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ അതിൻ്റെ ഓർഡറാണ് പറഞ്ഞത്. ഓർഡർ വ്യക്തമായല്ലോ. ബാബർ, ഹുമയൂണ്, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ്, ബഹദൂർ ഷാ സെക്കൻഡ് എന്നിങ്ങനെയുള്ളതാണ് ഓർഡർ. അതിൽ ബാബർ 1526 മുതൽ 1530 വരെയാണ് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ വ്യക്തിയാണ് ഹുമയൂൺ. ഹുമയൂൺ 1530 മുതൽ 1540 വരെയാണ് ഭരണം നടത്തിയത്. അക്ബർ 1556 മുതൽ 1605 വരെയാണ് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ജഹാംഗീർ 1605 മുതൽ 1627 വരെയാണ് ഭരണം നടത്തിയത്. ഷാജഹാൻ 1628 മുതൽ 1658 വരെയാണ് ഭരണം നടത്തിയത്. ഔറംഗസേബ് 1658 മുതൽ 1707 വരെയാണ് ഭരണം നടത്തിയത്. അപ്പോൾ നമ്മൾ മുഗൾ ഭരണത്തെക്കുറിച്ച് പഠിച്ചു. അതിൻ്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ആരാണ് സ്ഥാപിച്ചത്, ഏത് വർഷമാണ്, ഏത് വർഷം വരെയാണ്, ഭരണാധികാരികളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ മുഗൾ ഭരണം എവിടെയൊക്കെയാണ് വ്യാപിച്ച് കിടക്കുന്നത് എന്നാണ് പറയാൻ പോകുന്നത്. ഈ മാപ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മുഗൾ ഭരണം ഏതെല്ലാം രാജ്യങ്ങളിലായിട്ടാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതെന്ന്. ഏതെല്ലാം രാജ്യത്താണ്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. ഇത് മക്കൾ എന്തായാലും പഠിച്ചിരിക്കണം. അതായത് മുഗൾ ഭരണം എന്ന് പറയുന്നത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്ന രാജ്യങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചത്. ഏതെല്ലാം രാജ്യങ്ങളിലാണ് മുഗൾ ഭരണം വ്യാപിച്ചു കിടക്കുന്നത്? അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്. ഈ രാജ്യങ്ങളും കൂടി ഉണ്ട്, ഇന്ത്യയുണ്ട്. കൂടെ ഇത്രയും രാജ്യങ്ങളിലും കൂടി ആയിട്ടാണ് എന്ത് വ്യാപിച്ചിരിക്കുന്നത്? മുഗൾ ഭരണം വ്യാപിച്ചു കിടക്കുന്നത്. അപ്പം തന്നെ നമുക്ക് ആലോചിക്കാം മുഗൾ ഭരണത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണ്, ആ ഭരണാധികാരികളുടെ ശക്തി എത്രത്തോളമാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നതുള്ളൂ അല്ലേ. ഏതെല്ലാം രാജ്യങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്? അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഓക്കെ. അപ്പോൾ മുഗൾ ഭരണത്തെക്കുറിച്ച് പറഞ്ഞു, ഏതെല്ലാം രാജ്യങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത് പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി നമ്മൾ മുഗൾ ഭരണം 1526 ഇന്ത്യയിൽ സ്ഥാപിച്ചതെന്ന് പറഞ്ഞു. എങ്ങനെയാണ്, ഏത് യുദ്ധത്തിലൂടെയാണ്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ബാബർ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചത്? ഇതെല്ലാം നമുക്ക് അറിയണ്ടേ. ഇനി അടുത്തത് അതാണ് പറയാൻ പോകുന്നത്. മുഗൾ ഭരണം എങ്ങനെയാണ് ഇന്ത്യയിൽ സ്ഥാപിതമായത്, അതിന് കാരണമായിട്ടുള്ള യുദ്ധം എന്താണ് എന്നിവയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പം മുഗളരും ഒന്നാം പാനിപ്പത്ത് യുദ്ധം, ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഈ പാനിപ്പത്ത് യുദ്ധത്തിന് മുഗൾ പീരീഡ് അല്ലെങ്കിൽ മെഡീവൽ പീരീഡ് എന്ന് പറയുമ്പം വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ഈ ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലൂടെയാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിതമാകുന്നത്. എന്താണ്? ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിതമാകുന്നത് ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്? അത് പ്രാധാന്യപ്പെടാനുള്ള കാരണം എന്താണ്? ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുന്നത് 1526 പാനിപ്പത്ത് യുദ്ധത്തിലൂടെയാണ്. ഇനി നോക്കൂ നിങ്ങൾ, മുഗൾ എന്ന പദം ഇപ്പം നമ്മളൊക്കെ പറയുന്ന മുഗൾ എന്ന പദം മംഗോൾ എന്ന വേർഡിൽ നിന്ന്, അല്ലെങ്കിൽ മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പദം ഡിറൈവ് ചെയ്ത് വരുന്നത്. ഇനി
16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ് ശരിക്കും ഈ മുഗൾ ഭരണം എന്ന പേരൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇവിടെ പഠിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, മുഗൾ ഭരണം എന്ന് പറയുന്നത് യൂറോപ്യന്മാരാണ് മുഗൾ ഭരണം എന്ന പേര് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ മുഗൾ എന്ന വേർഡ്, ആ ഒരു ടേം, അത് ഡിറൈവ് ചെയ്ത് വന്നത് മംഗോൾ എന്ന വാക്കിൽ നിന്നാണ്. അതാണ് അവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ദ നെയിം മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം മംഗോൾ എന്ന പദത്തിൽ നിന്നാണ് മുഗൾ എന്ന പേര് ഉത്ഭവിച്ചത്. ഇനി നമ്മൾ ബാറ്റിൽ ഓഫ് പാനിപ്പത്തിലേക്ക് കടക്കാണ്. ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിക്കുന്നത് ആരാണ്? ഇനി അത് മക്കൾ മറക്കരുത്, ആരാണ്? ബാബറാണ്. ഇനി ആ സ്ഥാപിക്കാനിടയായ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയിൽ ബാബർ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നത് ലോധി ഡൈനാസ്റ്റി ആയിരുന്നു. ആരാണ്? ലോധി ഡൈനാസ്റ്റി. അപ്പോൾ ബാബർ എത്തിയിട്ടില്ല, ഇപ്പോൾ ബാബർ ഇന്ത്യയിൽ എത്തിയിട്ടില്ല. ഇവിടെ ഉള്ളത് എന്താണ്? ലോധി ഡൈനാസ്റ്റിയാണ്. അപ്പോൾ ലോധി ഡൈനാസ്റ്റിയിലെ ഏറ്റവും അവസാനത്തെ റൂളറായിരുന്നു ഇബ്രാഹിം ലോധി. ആരാ മക്കളെ? ഇബ്രാഹിം ലോധി. ഇപ്പോൾ ഇവിടെ ഉള്ളത് ലോധി ഡൈനാസ്റ്റി. ലോധി ഡൈനാസ്റ്റിയിലെ ഏത് റൂളറാണ്? ഇബ്രാഹിം ലോധിയാണ് ഉള്ളത്. ഇനി ഇവിടേക്കാണ് ബാബർ മുഗൾ ഭരണം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ആരൊക്കെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്? ബാബറും ഉണ്ട്, അതേപോലെ ഇബ്രാഹിം ലോധി ഉണ്ട്. ലോധി ഉൾപ്പെടുന്നത് ഏത് ഡൈനാസ്റ്റിയാണ്? ലോധി ഡൈനാസ്റ്റി. അതേപോലെ ബാബർ കാബൂൾ ആസ്ഥാനമാക്കിയിട്ടായിരുന്നു ബാബർ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബാബർ വരികയാണ്. ഇപ്പോൾ രണ്ട് പേര് ഏറ്റുമുട്ടാണ് ഇവിടെ. ആരൊക്കെയാണ് ഏറ്റുമുട്ടുന്നത്? ഒരു ഭാഗത്ത് ബാബറും ഒരു ഭാഗത്ത് ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധി ഏത് ഡൈനാസ്റ്റിയാണ്? ലോധി ഡൈനാസ്റ്റി. ബാബർ കാബൂൾ ആസ്ഥാനമാക്കി ഭരണം നടത്തിയിട്ടുള്ള ബാബർ. അങ്ങനെ ഇവർ രണ്ട് പേരും ഇവിടെ ഏറ്റുമുട്ടാണ്. ആരൊക്കെയാണ്? ഒരു ഭാഗത്ത് ഇബ്രാഹിം ലോധി ഉണ്ട്, മറുഭാഗത്ത് ബാബറുണ്ട്. ഇവർ രണ്ട് പേരും ഏറ്റുമുട്ടുന്ന ആ യുദ്ധത്തെയാണ് നമ്മൾ പാനിപ്പത്ത് യുദ്ധം എന്ന് പറഞ്ഞത്, ബാറ്റിൽ ഓഫ് പാനിപ്പത്ത്. ഇനി ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യം 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചാണ് പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചാണ് പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. ഈ പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ വിജയിച്ചത് മൂലമാണ് ഇന്ത്യയിൽ എന്ത് സ്ഥാപിതമാകുന്നത്? മുഗൾ ഭരണം സ്ഥാപിതമാകുന്നത്. സോ ഈ പാനിപ്പത്ത് യുദ്ധത്തിലൂടെയാണ് ഇന്ത്യയിൽ എന്ത് ഭരണം സ്ഥാപിതമാകുന്നത്? മുഗൾ ഭരണം സ്ഥാപിതമാകുന്നത്. അപ്പം പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുമ്പം ആരൊക്കെ തമ്മിലാണ് ഏറ്റുമുട്ടിയത്? അതെ, ഇബ്രാഹിം ലോധിയും അതുപോലെ തന്നെ ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിൽ ഏറ്റുമുട്ടുന്നു. വർഷം ഏതാണ്? 1526. എവിടെ വെച്ചാണ്? ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച്. അങ്ങനെ ആ യുദ്ധത്തിൽ ആര് വിജയിക്കുന്നു? ആരാണ് വിജയിച്ചത്? ബാബർ വിജയിക്കുന്നു. അതോടുകൂടി ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിതമാകുന്നു. സോ ബാബറിലൂടെ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിതമാക്കാൻ ഇടയായ യുദ്ധം ഏതാണ്? പാനിപ്പത്ത് യുദ്ധമാണ്. അപ്പോൾ പാനിപ്പത്ത് യുദ്ധം എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെ ചുരുങ്ങിയ കാര്യം മാത്രം ആലോചിക്കുക. 3 കാര്യം ആലോചിക്കാനുള്ളൂ. പാനിപ്പത്ത് യുദ്ധം എവിടെ വെച്ചാണ്? ഹരിയാനയിൽ വെച്ചാണ്. ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച്. ഏത് വർഷമാണ്? 1526 നടക്കുന്നത്. ആരൊക്കെ തമ്മിലാണ് ആ ബാറ്റിൽ ഉണ്ടായിരുന്നത്? പാനിപ്പത്ത് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഇബ്രാഹിം ലോധി, അതായത് ലോധി ഡൈനാസ്റ്റിയിലെ ഇബ്രാഹിം ലോധിയും നമ്മുടെ ബാബറും തമ്മിൽ ഏറ്റുമുട്ടുന്നു. ആ യുദ്ധമാണ് ഒന്നാം പാനിപ്പത്ത് യുദ്ധം. ഈ യുദ്ധത്തിലൂടെ ആര് വിജയിക്കുന്നു? ബാബർ വിജയിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിതമാകുന്നു. വർഷം ആലോചിക്കുക, 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ചാണ് എന്ത് നടക്കുന്നത്? പാനിപ്പത്ത് യുദ്ധം നടക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് ഈ മുഗൾ എന്ന് പറയുന്ന പേര്, അല്ലെങ്കിൽ ഇതിനൊരു മുഗൾ ഭരണം എന്ന് പറയുന്നത് 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്യന്മാരാണ്. ഇനി യൂറോപ്യന്മാർ മുഗൾ എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ മുഗൾ എന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് മംഗോൾ എന്ന പദത്തിൽ നിന്നാണ്. അത് നിങ്ങൾ ആലോചിക്കാം. സോ നമ്മൾ പഠിച്ചത് പാനിപ്പത്ത് യുദ്ധമാണ്. 1526 ഹരിയാനയിലെ പാനിപ്പത്തിൽ വെച്ച് യുദ്ധം നടക്കുന്നു. ആരൊക്കെ തമ്മിലാണ് മക്കളെ യുദ്ധം നടക്കുന്നത്? ഇത് വീണ്ടും പറയുന്നത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ വർഷം, സ്ഥലം,
ആരൊക്കെ തമ്മിലായിരുന്നു? കാരണം ഇവിടെ ബാബർ വരുന്നതിന് മുമ്പേ അവസാന ഭാഗങ്ങളിൽ ഉണ്ടായിരുന്നത് ലോധി ഡൈനാസ്റ്റിയാണ്. ലോധി ഡൈനാസ്റ്റിയിലെ റൂളറായിരുന്നു ഇബ്രാഹിം ലോധി. ഈ ഇബ്രാഹിം ലോധിയും ബാബറും തമ്മിലാണ് പാനിപ്പത്ത് യുദ്ധം ഉണ്ടാവുന്നത്. അങ്ങനെ ആ യുദ്ധത്തിലൂടെ നമ്മുടെ ബാബർ വിജയിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ എന്തുണ്ടാകുന്നു? മുഗൾ ഭരണം ഉണ്ടാകുന്നു. വർഷം 1526. എന്നാൽ 1526 തുടങ്ങിയിട്ടുള്ള മുഗൾ ഭരണം ഏത് വരെയാണ് ഉണ്ടായിരുന്നത്? ഓൾറെഡി നമ്മൾ പഠിച്ചു. ഏത് വർഷം വരെയാണ്? 1857 വരെ. ഇനി ബാബറിനെ പറ്റി പറയുമ്പം നമ്മൾ പഠിച്ചു, ബാബർ എന്ന് പറഞ്ഞാൽ മുഗൾ ഭരണത്തിൻ്റെ സ്ഥാപകനാണെന്ന് പഠിച്ചു. ഈ ബാബർ അദ്ദേഹത്തിൻ്റെ പിതാവ് വഴി തുർക്കി ഭരണാധികാരിയായ തിമൂറിൻ്റെയും, ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ വഴി അദ്ദേഹം തുർക്കി ഭരണാധികാരിയായ തിമൂറിൻ്റെയും മാതാവ് മംഗോൾ രാജാവായിട്ടുള്ള ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയാണ്. മാതാവ് വഴി ആര് പിൻഗാമിയാണ്? ചെങ്കിസ് ഖാൻ്റെ. അതായത് ബാബർ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പിതാവ് വഴി തിമൂറിൻ്റെയും മാതാവ് വഴി ചെങ്കിസ് ഖാൻ്റെയും പിൻഗാമിയാണ്. അതാണ് ബാബറിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. അപ്പോൾ ഈ ബാബറാണ് ഇന്ത്യയിൽ മുഗൾ ഭരണം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഇനി മുഗൾ ഭരണത്തെ ഒന്നിച്ച് നമ്മൾ കുറേ ബാജ് സാബൊക്കെ പഠിച്ചു, കുറേ ഭരണാധികാരികളെ പറ്റി പഠിച്ചു. ഈ ഭരണാധികാരികളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അക്ബർ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അക്ബർ ദ ഗ്രേറ്റ് എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. മഹാനായ മുഗൾ ചക്രവർത്തി ആയിരുന്നു ആര്? അക്ബർ. നമ്മൾ അക്ബറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അക്ബർ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ മുഗൾ ഭരണം എടുത്തു കഴിയുമ്പം നിരവധി ഭരണാധികാരികളെ നമ്മൾ പഠിച്ചു, ബാജ് സാബ് അല്ലേ. അങ്ങനെ ഈ മൊത്തത്തിൽ ഈ റൂളേഴ്സിനെ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഈ മുഗൾ ഭരണാധികാരികളിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം നൽകുന്ന അല്ലെങ്കിൽ ഒരു മഹത്തായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അക്ബർ. അക്ബറിനെ കുറിച്ച് പറയുമ്പം നമ്മുടെ മുഗൾ ഹിസ്റ്ററി എടുത്തു കഴിയുമ്പോൾ അക്ബറിൻ്റെ സംഭാവനകൾ വളരെയധികം ഉണ്ട്. നമുക്ക് എണ്ണാൻ സാധിക്കുന്നതിലും കൂടുതലായിട്ടുള്ള സംഭാവനകളാണ് അക്ബർ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നൽകിയിട്ടുണ്ടായിരുന്നത്. അക്ബർ അറിയപ്പെടുന്നത് ഒരു മഹാനായ മുഗൾ ചക്രവർത്തി എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. ആ ഒരു കോട്ടിങ് നിങ്ങൾ പഠിക്കുക, അക്ബർ ദ ഗ്രേറ്റ്. അതായത് മുഗൾ ഭരണാധികാരികളിൽ ഏറ്റവും മഹാനായിട്ടുള്ള ചക്രവർത്തി ആയിരുന്നു ആര്? അക്ബർ. അക്ബർ 1575 ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന സ്ഥാപിച്ചു. അപ്പം അക്ബർ എന്ന് പറയുമ്പോൾ ഒന്ന്, അദ്ദേഹം മഹാനായ ചക്രവർത്തിയായിരുന്നു, അക്ബർ ദ ഗ്രേറ്റ്. രണ്ടാമതായിട്ട് 1575 അദ്ദേഹം ഫത്തേപൂർ സിക്രി, ഈ ഫത്തേപൂർ സിക്രി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ തലസ്ഥാനമായിരുന്നു, പുതിയ തലസ്ഥാനമായിരുന്നു ഫത്തേപൂർ സിക്രി. അവിടെ അദ്ദേഹം എന്താണ് പണി കഴിപ്പിച്ചത്? ഇബാദത്ത് ഖാന എന്ന് പറയുന്നത് അദ്ദേഹം അവിടെ ബിൽഡ് ചെയ്തു. അപ്പം അക്ബർ എന്ന് പറയുമ്പോൾ ഒരു പോയിന്റ് ആലോചിക്കേണ്ടത് 1575 അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ന്യൂ ക്യാപിറ്റലായിട്ടുള്ള ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന പണി കഴിപ്പിച്ചു. അപ്പം അക്ബർ 1575 ഇബാദത്ത് ഖാന. ദെൻ അക്ബർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അക്ബർ ചക്രവർത്തി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആലോചിക്കേണ്ട അല്ലെങ്കിൽ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരേണ്ട കാര്യമാണ് ദിൻ ഇലാഹി. എന്താണ് ദിൻ ഇലാഹി? ദിൻ ഇലാഹി എന്ന് പറയുന്നത് അദ്ദേഹം ഫോം ചെയ്തിട്ടുള്ള ഒരു ന്യൂ റിലീജിയൻ ആയിരുന്നു. എന്താ മക്കളെ ഈ റിലീജിയൻ്റെ പ്രത്യേകത? ദിൻ ഇലാഹി എന്ന് പറയുന്ന മതത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എല്ലാ മതങ്ങളും, നമുക്ക് കുറേ മതങ്ങളില്ലേ ഇവിടെ നിലനിൽക്കുന്ന, ആ എല്ലാ മതങ്ങളുടെയും നല്ല കാര്യം മാത്രം, അതായത് ഗുഡ് ആസ്പെക്ട്സ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻ, എല്ലാ റിലീജിയൻ്റെയും നല്ല ആസ്പെക്ട്സ് മാത്രം കൂട്ടിച്ചേർത്തിട്ട് അദ്ദേഹം രൂപീകരിച്ചൊരു മതമാണ് ദിൻ ഇലാഹി. അപ്പം ദിൻ ഇലാഹി എന്ന് പറയുന്നത് അക്ബർ രൂപീകരിച്ചിട്ടുള്ള ന്യൂ റിലീജിയനാണ് ദിൻ ഇലാഹി. ആ ദിൻ ഇലാഹി എന്ന് പറയുമ്പം അതെന്താണ്? അദ്ദേഹത്തിൻ്റെ എല്ലാ ഗുഡ് ആസ്പെക്ട്സുകളും കമ്പൈൻ ചെയ്തിട്ടാണ് ദിൻ ഇലാഹി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം അക്ബർ എന്ന് പറയുമ്പോൾ ഇബാദത്ത് ഖാൻ ആലോചിക്കുക, ദിൻ ഇലാഹിയും കൂടി ആലോചിക്കുക. ഇനി ഈ ദിൻ ഇലാഹി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എന്താണ്?
കുറേ റിലീജിയൻ്റെ ഗുഡ് ആസ്പെക്റ്റ് മാത്രം, നല്ല വശങ്ങൾ മാത്രം എടുത്തിട്ട് അദ്ദേഹം രൂപീകരിച്ചൊരു മതമാണ് ദിൻ-ഇലാഹി. ഇനി അതിൻ്റെ ഐഡിയ എന്താണ്? അതിൻ്റെ ഐഡിയനെ നമ്മൾ പറയുന്നത് സുൽഹ് ഇ കുൽ എന്നാണ്. സുൽഹ് ഇ കുൽ, സുൽഹ് ഇ കുൽ, സുൽഹ് ഇ കുൽ എന്നാണ് അതിൻ്റെ മെയിൻ ഐഡിയയെ നമ്മൾ പറയുന്നത്. അതായത് നമ്മുടെ അക്ബർ രൂപീകരിച്ചിട്ടുള്ള ദിൻ-ഇലാഹി എന്ന് പറയുന്ന റിലീജിയൻ, ആ റിലീജിയൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഐഡിയ ആണ് സുൽഹ് ഇ കുൽ. ആലോചിക്കുക മക്കളെ, സുൽഹ് ഇ കുൽ, സുൽഹ് ഇ കുൽ. അതിൻ്റെ അർത്ഥം എന്താണ്? പീസ് ടു ഓൾ ആണ്, എല്ലാവർക്കും സമാധാനം എന്നതാണ് സുൽഹ് ഇ കുൽ എന്ന ടേമിൻ്റെ അർത്ഥം. ഈ സുൽഹ് ഇ കുൽ എന്ന ടേം ദിൻ-ഇലാഹി എന്ന ഐഡിയ, അതിൻ്റെ മെയിൻ ഐഡിയനുമായി റിലേറ്റ് ചെയ്തതാണ് സുൽഹ് ഇ കുല്ല്. സുൽഹ് ഇൽ കുൽ എന്ന് പറഞ്ഞാൽ പീസ് ടു ഓൾ എന്നാണ്, എല്ലാവർക്കും സമാധാനം എന്നാണ് ആ വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം അക്ബർ എന്ന് പറയുമ്പം ദ ഗ്രേറ്റ് മുഗൾ എംപററാണ്. പിന്നെ അദ്ദേഹം 1575 ഫത്തേപൂർ സിക്രിയിൽ ഇബാദത്ത് ഖാന രൂപീകരിച്ചു. ആൻഡ് ദെൻ അദ്ദേഹം ഫോം ചെയ്ത ന്യൂ റിലീജിയനാണ് ഏത്? ദിൻ-ഇലാഹി. ദിൻ-ഇലാഹിൻ്റെ മെയിൻ ഐഡിയ എന്താണ്? സുൽഹ് ഇ കുൽ എന്നതാണ്. ഇനി അദ്ദേഹം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസിയ എന്ന് പറയുന്ന ടാക്സ്, അത് അദ്ദേഹം അബോളിഷ് ചെയ്തു. മക്കളെ, മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന ഒരു മതനികുതിയായിരുന്നു ജസിയ. ആ ജസിയ എന്ന് പറയുന്ന ടാക്സ് അദ്ദേഹം പിൻവലിച്ചു. പിന്നെ അദ്ദേഹത്തിൻ്റെ കോർട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വ്യക്തികളായിരുന്നു രാജാ ഗോഡർമാൻ, രാജാ മാൻസിംഗ്, രാജാ ഭഗവൻ ദാസ് എന്ന് പറയുന്നത്. 3 കാര്യമാണ് പറയുന്നത്: രാജാ ഗോഡർമാൻ, രാജാ മാൻസിംഗ് ആൻഡ് രാജാ ഭഗവൻ ദാസ് എന്നിവർ അക്ബറിൻ്റെ കോടതിയിലെ പ്രധാനപ്പെട്ട 3 ഉദ്യോഗസ്ഥരായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിലീജിയസ് ടോളറൻസ് ആണ്. അതൊരു മതസഹിഷ്ണുതയായിരുന്നു അക്ബറിൻ്റെ കാലഘട്ടത്തിൽ ഉടനീളം നിന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് നൽകിയതും അതിനായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയേ, മുഗളന്മാരുടെ മതസഹിഷ്ണുതാ നയങ്ങൾ. ഇപ്പം നമ്മൾ പഠിച്ചത് വെച്ച് നിങ്ങൾ സ്വന്തമായി ചെയ്യേണ്ട വർക്കാണിത്. മുഗളന്മാരുടെ മതസഹിഷ്ണുത നയങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ദിൻ-ഇലാഹി അദ്ദേഹം പുതിയതായിട്ട് രൂപപ്പെടുത്തിയ റിലീജിയനാണ്. ജസിയ എന്ന് പറഞ്ഞ മതനികുതി അദ്ദേഹം എന്ത് ചെയ്തു? അബോളിഷ് ചെയ്തു, അല്ലേ? നിരാകരിച്ചു. അതേപോലെ തന്നെ ദിൻ-ഇലാഹിൻ്റെ മെയിൻ ഐഡിയ ആണ് സുൽഹ് ഇൽ കുൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അക്ബർ ഫത്തേപൂർ സിക്രിയിൽ സ്ഥാപിച്ചതാണ് ഏത്? ഇബാദത്ത് ഖാന. അപ്പോൾ അവരുടെ മതസഹിഷ്ണുതയിൽ പറയേണ്ടത് ഇബാദത്ത് ഖാന, ദിൻ-ഇലാഹി, ജസിയ എന്ന് പറയുന്ന ടാക്സ് ഇതാക്കിയത്, ഇത്രയും കാര്യം, പീസ് ടു ഓൾ. അപ്പോൾ ജസിയ ടാക്സ് നിർത്തലാക്കി, ദിൻ-ഇലാഹി പുതിയ മതം കൊണ്ടുവന്നു, ഇബാദത്ത് ഖാന, ഇതൊക്കെ അസോസിയേറ്റ് വിത്ത് അക്ബറാണ്. സോ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് മുഗൾ എംപററാണ്. പ്രധാനമായിട്ടും മധ്യകാല ഇന്ത്യയിലെ മുഗൾ പീരീഡായിരുന്നു 1526 മുതൽ 1857 വരെ. ആരാണ് സ്ഥാപിച്ചത്? ബാബറാണ് മുഗൾ ഭരണം സ്ഥാപിച്ചത്. ഇതിൽ മെയിനായിട്ട് ഓർക്കേണ്ടത് ബാജ് സാബ് എന്ന കോഡാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.